നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴാൻ ക്രൂവിന്റെ ഈ പുതുമ നിറഞ്ഞ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. ഡയറക്ടർക്ക് ചിക്കൻ ഫ്രൈ ആണ് ഫ്രെയിമിൽ വേണ്ടുന്നത്. രാത്രി 12 മണി ടൈമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഒരു കലാസംവിധായകന്റെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്ത. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ മദ്യം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു സിനിമയിൽ ആ വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടി ചിക്കൻ ഫ്രൈ തന്നെയല്ല, എന്ത് വേണമെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ഇതേ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് എന്റെ അനുഭവത്തിലൂടെ, എന്റെ എക്സ്പീരിയൻസിലൂടെ അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത രീതിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. മുളക് പൊടി ഇട്ടിട്ട് നമ്മളിങ്ങനെ കുഴച്ചിരിക്കുകയാണ്. ഇത് തെർമോക്കോളാണ്. തെർമോക്കോൾ ഇങ്ങനെ ചിക്കന്റെ കാലായിട്ടും പിന്നെ അതേപോലെ തന്നെ ചിക്കന്റെ പീസുകളായിട്ടൊക്കെ തോന്നുന്ന രീതിയിൽ തെർമോക്കോൾ നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇതേപോലെ നമ്മൾ ഈ തെർമോക്കോളിലേക്ക് ഈ മുളക് പൊടി ഇങ്ങനെ ഇത് പെട്ടെന്ന് നമുക്കിപ്പോൾ ചിക്കൻ വേണമല്ലോ, അപ്പോൾ കഴിക്കുന്നില്ല എന്ന് നമുക്ക് ഡയറക്ടർ ഉറപ്പ് തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പിന്നെ ആലോചിക്കേണ്ടത്. ഈ തേയിലപ്പൊടി നമ്മളിങ്ങനെ എടുത്തിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ തൂവി കൊടുത്താൽ മതി. അപ്പം ഇതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഫീൽ. ഇതിൻ്റെ ഒരു റിയൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സവാളയൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായി എൻ്റെ ഒരു റിയലായിട്ടുള്ളൊരു ലൈഫ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ റമ്മ് എങ്ങനെ ഉണ്ടാവും? റമ്മ് ഇച്ചിരി ഡാർക്ക് ആയിരിക്കും. അപ്പോൾ എല്ലാവരും പറയും ഇപ്പം തേയിലവെള്ളം ഒഴിക്കും, അങ്ങനെയൊക്കെ ഒഴിക്കും. പക്ഷെ ഏറ്റവും വളരെ സിമ്പിളായിട്ട് നമ്മൾ സിനിമയിൽ വളരെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോളയോ അല്ലെ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഈ കോള ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി, ഒരു മിനറൽ വാട്ടർ ആയാലും അങ്ങനെയുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് കാണാൻ കഴിയുന്നത് ഒരു റമ്മിൻ്റെ കളറ് നമുക്ക് വരും. ഇതിപ്പോൾ ലൈറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഡാർക്കാണെങ്കിൽ കുറച്ചുകൂടി ഇതിലേക്ക് നമ്മൾ കോള കുറച്ചുകൂടി ഒഴിച്ച് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതിൻ്റെ ഈ എയറൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടും ഇതിൻ്റെ ഒരു റമ്മിൻ്റെ ഒരു നല്ലൊരു ഫീൽ ഉണ്ടാവും. ഇതങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് പിന്നെ സോഡ, ഒറിജിനൽ സോഡ തന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ എയറൊക്കെ വരുന്ന സമയത്തേക്ക് നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ചിക്കൻ ഫ്രൈ റെഡി. ഈ ചിക്കൻ ഫ്രൈ രാത്രിയിൽ 12 മണിക്ക് നമ്മളോട് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. എന്തായാലും വീട്ടിലാണ് ഷൂട്ട്. യൂണിറ്റിന്റെ എന്തായാലും തെർമോക്കോൾ ഉണ്ടാവും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആ തെർമോക്കോൾ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ചിക്കന്റെ പീസുകൾ കട്ട് ചെയ്യും. ചിക്കന്റെ പീസുകൾ കട്ട് ചെയ്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന് കളർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. ചിക്കൻ ഫ്രൈ മുരിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ആ വീട്ടില് മുളക് പൊടി എന്തായാലും ഉണ്ടാവും. ആ മുളക് പൊടി എടുത്ത് വെള്ളത്തിൽ കുഴച്ചതിന് ശേഷം ഈ തെർമോക്കോളില് നമ്മൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ മുരിഞ്ഞിരിക്കുന്ന ഒരു ഇത് ഫീൽ ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ തേയിലപ്പൊടി ഇതിന്റെ പുറത്ത് തൂവുകയാണ് ചെയ്തത്. അതിനുശേഷം അതിന്റെ ഒരു വിഷ്വൽ ബ്യൂട്ടിക്ക് വേണ്ടി നമ്മൾ ഈ സവാളയും കൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒണിയൻ ഇതുകൂടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ആയി. ഇത് കൂടാതെ സലാഡ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വർക്കൗട്ട് ചെയ്യാം. പക്ഷെ ഇത് നമ്മൾ ഒറിജിനൽ ലെവലിൽ നിന്ന് ചിക്കൻ ഫ്രൈ അല്ലെന്ന് ആരെങ്കിലും പറയും.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതുവരെ കുമ്പഴാൻ ക്രൂ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾ നടത്തുന്നുണ്ട്. അത് നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ബെല്ലൈക്കൺ നിങ്ങൾ പ്രസ് ചെയ്യണം. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. ഇത് രണ്ടും പുതിയ പേപ്പറുകളാണ്. സിനിമയുടെ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പഴയ കാലഘട്ടത്തിലെ പേപ്പറുകളാണ്. എങ്ങനെയാകും?